ഇന്ത്യയിലെ മുൻനിര പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ ബാങ്കിംഗ് സേവന നിരക്കുകളിൽ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബേസിക് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഉടമകളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഈ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ ഉത്തരവ് പ്രകാരം BSBD അക്കൗണ്ട് ഉടമകൾക്ക് ഒരു മാസത്തിൽ സൗജന്യമായി നടത്താവുന്ന പണം പിൻവലിക്കലുകളുടെ പരിധി 4 തവണയായി ബാങ്ക് നിശ്ചയപ്പെടുത്തി. 4 സൗജന്യ ഇടപാടുകൾ പൂർത്തിയാക്കിയ ശേഷം നടത്തുന്ന ഓരോ അധിക പണം പിൻവലിക്കലിനും 15 രൂപയും അതിനുള്ള അനുബന്ധ GSTയും സർവീസ് ചാർജായി ബാങ്ക് ഈടാക്കും. 2026 ഒക്ടോബർ 1 മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. മുൻപ് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള പണം പിൻവലിക്കലുകളെ സൗജന്യ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും പുതിയ നിയമപ്രകാരം ആ ചിത്രവും മാറുകയാണ്. SBI ATM, മറ്റ് ബാങ്ക് ATMകൾ, ബാങ്ക് ശാഖകൾ വഴിയുള്ള നേരിട്ടുള്ള ഇടപാടുകൾ, ആധാർ അധിഷ്ഠിത പണം പിൻവലിക്കലുകൾ എന്നിവയെല്ലാം ഇനി മുതൽ ഈ 4 സൗജന്യ ഇടപാടുകളുടെ പരിധിയിൽ ഉൾപ്പെടും. കാര്യം കൂടുതൽ ലളിതമായി പറഞ്ഞാൽ, ഒരു ഉപഭോക്താവ് ATM അല്ലെങ്കിൽ ബാങ്ക് ശാഖ വഴി 3 തവണയും ആധാർ സംവിധാനം ഉപയോഗിച്ച് 1 തവണയും പണം പിൻവലിച്ചാൽ തന്നെ മാസത്തെ സൗജന്യ പരിധി പൂർത്തിയാകും. അതിനുശേഷമുള്ള 5ാമത്തെ ഇടപാട് മുതൽ ബാങ്ക് അധിക നിരക്ക് ഈടാക്കാൻ തുടങ്ങും. എന്നാൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. UPI, NEFT, RTGS, IMPS തുടങ്ങിയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴിയുള്ള ഇടപാടുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ലെന്ന് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരാം. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കിടയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനും നേരിട്ടുള്ള പണമിടപാടുകളുടെ തോത് കുറയ്ക്കുന്നതിനുമാണ് ബാങ്ക് ഈ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. അതിനാൽ ATMകളെയും ബാങ്ക് ശാഖകളെയും അമിതമായി ആശ്രയിക്കുന്ന BSBD അക്കൗണ്ട് ഉടമകൾ ഒക്ടോബർ 1 മുതൽ തങ്ങളുടെ മാസത്തെ പണമിടപാടുകൾ കൂടുതൽ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുന്നത് നന്നായിരിക്കും.